ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരി 6 മുതൽ ജനുവരി 10 വരെയുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. ദബാരി കുരുവിയാണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. ദബാരി കുരുവി സംവിധാനം ചെയ്തത് പ്രിയ നന്ദനാണ്. ദബാരി കുരുവി സംവിധാനം ചെയ്തത് പ്രിയ നന്ദനാണ്. ദബാരി കുരുവി സംവിധാനം ചെയ്തത് പ്രിയ നന്ദൻ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡാണ് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത്. കാസർഗോഡ് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. 2024 ജനുവരിയിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റാണ് ഹെങ്ക്. 2024 ജനുവരിയിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റ് ഹെങ്ക് ആണ്. ഹെങ്ക് 2024 ജനുവരിയിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റാണ് ഹെങ്ക്. 2024 ജനുവരിയിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റാണ് ഹെങ്ക്. UAE യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. UAE യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. UAE യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കി വെച്ച മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. ആരുടെ? മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. 525 രൂപയുടെ നാണയം പുറത്തിറക്കിയ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്തലാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഗബ്രിയേൽ അത്തലാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അത്തലാണ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്തൽ. ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഭ്രമണപഥത്തിൽ എത്തിച്ച് 2024 ജനുവരി 6-നാണ്. ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2024 ജനുവരി 6-നാണ്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. റോക്കറ്റ് PSLV 57 എന്ന വാഹനത്തിലാണ് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2024 ജനുവരി 6-നാണ്. ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2024 ജനുവരി 6-നാണ് ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. 2024 പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. ആൻഡമാനിൽ നടന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് കേരളം. ആൻഡമാനിൽ നടന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് കേരളം. അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ ജേതാക്കൾ കേരളമാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസിനാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസ്. 2024 ഹരിവരാസന പുരസ്കാരം PK വീരമണിദാസിനാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസ്. 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മരിയ സഖാലോ. 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് മരിയ സഖാലോ. ISRO ആദ്യമായി സ്പേസ് എക്സിൻ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ISRO സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-20 ആണ് ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹം. 2024 ജനുവരിയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. 2024 ജനുവരിയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥയാണ് പ്രിയ രവിചന്ദ്രൻ. തമിഴ്നാട് സ്വദേശിയാണ് പ്രിയ രവിചന്ദ്രൻ. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥയാണ് പ്രിയ രവിചന്ദ്രൻ. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥയാണ് പ്രിയ രവിചന്ദ്രൻ. തമിഴ്നാട് സ്വദേശിയാണ്. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥയാണ് പ്രിയ രവിചന്ദ്രൻ. തമിഴ്നാട് സ്വദേശിയാണ്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന.
2024 ജനുവരിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. സന്തോഷ് കുമാർ 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാർ. 16ാമത് ബഷീർ പുരസ്കാരം സന്തോഷ് കുമാറിനാണ്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥക്കാണ് പുരസ്കാരം ലഭിച്ചത്. 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥക്കാണ് പുരസ്കാരം ലഭിച്ചത്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥക്കാണ് സന്തോഷ് കുമാറിന് 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒ ആയി നിയമിതനായത് രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒ ആയി നിയമിതനായത് രഘുറാം അയ്യർ. പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സിഇഒ ആയി നിയമിതനായത് രഘുറാം അയ്യറാണ്. പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷ. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മനിയുടെ ഫുട്ബോൾ ഇതിഹാസമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മനിയുടെ ഫുട്ബോൾ ഇതിഹാസമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. ഫ്രാൻസ് ബെക്കൻബോവറാണ് 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മനിയുടെ ഫുട്ബോൾ ഇതിഹാസമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. 2024 ജനുവരിയിൽ ബഹിരാകാശ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസിയാണ് ISRO. 2024 ജനുവരിയിൽ ബഹിരാകാശ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസിയാണ് ISRO. 2024 ജനുവരിയിൽ ബഹിരാകാശ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസിയാണ് ISRO. 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കളാണ് കണ്ണൂർ. 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ്. 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കളാണ് കണ്ണൂരാണ്. വേദിയായത് കൊല്ലം ജില്ലയിലാണ്. ജേതാക്കൾ 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കളാണ് കണ്ണൂർ. വേദിയായത് കൊല്ലമാണ്. വേദി കൊല്ലം. ചന്ദ്രനിൽ ഇറങ്ങാൻ പെരിഗ്രിൻ ബഹിരാകാശ പേടകം നിർമ്മിച്ച രാജ്യമാണ് അമേരിക്ക. ചന്ദ്രനിൽ ഇറങ്ങാൻ പെരിഗ്രിൻ ബഹിരാകാശ പേടകം നിർമ്മിച്ച രാജ്യമാണ് അമേരിക്ക. ചന്ദ്രനിൽ ഇറങ്ങാൻ പെരിഗ്രിൻ ബഹിരാകാശ പേടകം നിർമ്മിച്ച രാജ്യം അമേരിക്കയാണ്. ചന്ദ്രനിൽ ഇറങ്ങാൻ പെരിഗ്രിൻ ബഹിരാകാശ പേടകം നിർമ്മിച്ച രാജ്യമാണ് അമേരിക്ക. 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ചത് രാജ്യമാണ് ദുബായ്. 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ച രാജ്യം ദുബായാണ്. 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ച രാജ്യമാണ് ദുബായ്. 2024 ജനുവരിയിൽ അന്തരിച്ച P. വത്സലയുടെ നെല്ലി എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. 2024 ജനുവരിയിൽ അന്തരിച്ച P. വത്സലയുടെ നെല്ലി എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. 2024 ജനുവരിയിൽ അന്തരിച്ച P. വത്സലയുടെ നെല്ലി എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. നെല്ലി എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോൺ. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി ബോളിവുഡ് താരം ദീപിക പദുക്കോണാണ്. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായ ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോണാണ്. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ദീപിക പദുക്കോണാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ ആരംഭിക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ ആരംഭിക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ ആരംഭിക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത് ചൈനയാണ്, രണ്ടാമതാണ് ഇന്ത്യ. സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യ രണ്ടാമതായി, ചൈനയാണ് ഒന്നാമത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്, ചൈനയാണ് ഒന്നാമത്. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വേദിയായ കേരളത്തിലെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. 2024 ജനുവരി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വേദിയായ കേരളത്തിലെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. 2024 ജനുവരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വേദിയായ കേരളത്തിലെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇവിടെ തിരുവനന്തപുരത്താണ്. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് ഉസ്താദ് റാഷിദ് ഖാൻ. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് ഉസ്താദ് റാഷിദ് ഖാനാണ് 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തിയാണ് ഉസ്താദ് റാഷിദ് ഖാൻ.
വേൾഡ് പാരാ അത്ലറ്റിക്കിനുള്ള 2023 വേൾഡ് ആർച്ചറി പുരസ്കാരം ലഭിച്ചത് ശീതൽ ദേവി, ജമ്മു കാശ്മീരിലെ ശീതൽ ദേവിയാണ്. വേൾഡ് പാരാ അത്ലറ്റിക്കിനുള്ള 2023 വേൾഡ് ആർച്ചറി പുരസ്കാരം ലഭിച്ചത് ശീതൽ ദേവി ജമ്മു കാശ്മീരിലാണ്. ശീതൽ ദേവി ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് എവിടെ? കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.